അതെ, ഈ ചില ആളുകൾ പറയുന്ന കേൾക്കാം, വയറാണ് പ്രശ്നം, വയറാണ് പ്രശ്നം, വയറിൻ്റെ വിശപ്പാണ് എല്ലാ പ്രശ്നങ്ങളുടെയും മുന്നിലെ പ്രശ്നം എന്ന് പറയുന്ന കേൾക്കാം. ശരിയാണ്, തീർച്ചയായിട്ടും ലോ ലെവൽ ചിന്തിക്കുമ്പോൾ വയറ് തന്നെയാണ് പ്രശ്നം. ശരിയല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ വേറെ യാഥാർത്ഥ്യമുണ്ട്. വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടി 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 വയറ് നിറഞ്ഞു തുടങ്ങിയ മീൻസ് എന്നെന്നും ഭക്ഷണം കിട്ടുന്ന അവസ്ഥ വന്നു, അതിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥ വന്നു, എന്നും വയറ് നിറയാണ്. ഇനിയും ഒരു ജന്മമല്ല, ചിലപ്പോൾ 2 തലമുറ തിന്നാൽ തീരാത്തത്ര ഫുഡ് കൊണ്ടുവരുന്ന പണമോ ആയിക്കഴിഞ്ഞാൽ അടുത്ത വയർ ഓപ്പൺ ആവും. ആ വയറിൻ്റെ പേരാണ് മനസ്സാകുന്ന വയർ. പിന്നെ അതിന് ഫുഡ് കൊടുക്കേണ്ടി വരും. അങ്ങനെ പിന്നെ അതിനുള്ള ഓട്ടമായി മനുഷ്യൻ. അങ്ങനെ മനസ്സിൻ്റെ ഫുഡ് വേണ്ടിയിട്ട് പല ക്ലാസ്സുകൾക്കും കോഴ്സുകൾക്കും അതിനും ഇതിനൊക്കെ പോകുന്നു. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അങ്ങനെ പലരും പോയി 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 മനസ്സ് നിറയാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും അടുത്തൊരു സംഗതി ഓപ്പൺ ആവും. അതാണ് സ്പിരിറ്റ് അല്ലെങ്കിൽ സോൾ, ആത്മാവ്. പിന്നെ ആത്മാവിൻ്റെ ഫുഡ് അന്വേഷിക്കുകയാണ് മനുഷ്യൻ. അപ്പം ആത്മാവിനും ഭക്ഷണം കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ ആത്മാവിൻ്റെ ഭക്ഷണം ഒരാൾക്ക് കിട്ടാത്ത കാലത്തോളം അവന് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. അവന് വയറ് എത്ര നിറഞ്ഞാലും ശരി, വയറ് നിറക്കാനുള്ള പണം എത്ര സമ്പാദ്യം ബാങ്കിൽ ഉണ്ടായിരുന്നാലും ശരി, അവന് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല, മനസ്സിന് ശാന്തി ഉണ്ടാവില്ല. അതേപോലെ തന്നെ മനസ്സിന് എത്ര കണ്ട് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അപ്പോഴും ഇരിക്കപ്പുറതി കിട്ടില്ല. മനസ്സിന് എന്തോ സംതിങ് മിസ്സിങ്. എല്ലാം ഉണ്ട്, എന്നാലും എന്തോ മിസ്സിങ് എന്നുള്ളത് ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് തുടക്കത്തിൽ തന്നെ ഒരാൾ സോളിൻ്റെ ആത്മാവിൻ്റെ ഫുഡാണ് കൊടുത്തിരുന്നത് എങ്കിൽ ആത്യന്തികമായി ശാന്തി കിട്ടേണ്ടുന്ന ആത്മാവിന് ഫുഡ് കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ശാന്താവും. പിന്നീട് അവന് ഒരു നേരത്തെ ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിലും ഇരിക്കപ്പുറത്തിയുടെ പ്രശ്നമൊന്നുമില്ല. അവൻ ക്ഷമിക്കും, അത് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകും. ഇനി ഒരു ദിവസം ഫുൾ ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനത്തെ സാഹചര്യത്തിൽ എത്തിയാലും അത് വിഷയമല്ല. ഇനൊരു ജന്മം മുഴുവനും ഫുഡ് കിട്ടാത്തൊരവസ്ഥ, മീൻസ് കുറേ കാലത്തേക്ക് ഫുഡ് കിട്ടാതിരുന്നാലും അവൻ ശാന്തമായി മരണത്തെ കൈവരിക്കും. അവൻ അള്ളാഹുവിലേക്ക് അങ്ങ് പൊക്കോളും ശാന്തമായിട്ട്. അതൊരു സാഹചര്യം വന്നല്ലോ, പല യുദ്ധസമാനമായ അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, ഫുഡ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവൻ ശാന്തമായി അങ്ങ് മരിച്ചു പോകും, അത്രേ ഉള്ളൂ. കാരണം അവൻ സ്പിരിച്വലി ഫുഡ് കിട്ടിയ ഒരാളാണ്. അവനറിയാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാം അള്ളാഹുവിൽ നിന്ന് വരുന്നവരാണ്, അള്ളാഹുവിലേക്ക് തിരിച്ചു കൊണ്ടവരാണെന്നുള്ള അനുഭവ തല ജ്ഞാനം അവനുണ്ട്. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ ഫുഡിന് പ്രാധാന്യം കൊടുക്കുക. അത് കിട്ടാത്ത കാലത്തോളം നിങ്ങൾ ഏത് ടൈപ്പ് ഫുഡ് എത്ര കഴിച്ചാലും ഇരിക്കപ്പുറത്ത് കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പരമയാഥാർത്ഥ്യം.